അടുത്തൊരു ഡോഗിനെ മീറ്റ് ചെയ്യുന്ന ഡച്ച് ഷെപ്പേർഡ്. കേരളത്തില് പലർക്കും ഡച്ച് ഷെപ്പേർഡ് ഏതാണ് മെൽനോയ്സ് ഏതാണെന്ന് അറിയാത്ത ആൾക്കാരുള്ളൊരു ഇതാണ്. ഇപ്പൊ മാറ്റങ്ങൾ വന്നു. ഇപ്പൊ ഡച്ച് ഷെപ്പേർഡ് എന്താണെന്നും അതിന്റെ ഗുണഗണങ്ങൾ എന്താണെന്നും എല്ലാവർക്കും അറിയാം. അപ്പൊ സാറ് ആവശ്യം പറഞ്ഞത് എന്താന്ന് വെച്ചാ അവനൊന്നുകൂടി സൈസ് ആക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അവൻ സൈസ് ഉണ്ട്. പുള്ളിക്കാരന് ഇത് മെയിലാണോ? മെയിൽ ഡോഗാണോ? സാറ് പറഞ്ഞത് സ്റ്റാറിനെ സ്റ്റഡ് പർപ്പസ് നിർത്തണം, അതുപോലെ തന്നെ ഒന്നും കൂടി ബൾക്കാക്കണം. പക്ഷെ അത് മാത്രല്ല അവരെ കോട്ടും കൂടി നന്നാക്കണം എന്നാണ് സാറ് പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നിയത്, എന്റെ ഒരു മനസ്സിൽ തോന്നിയത്, ഇവനെ ബെറ്റർ ആവുന്ന ഫുഡ് എന്ന് പറയുന്നത് ലാമ്പ് വിത്ത് ബ്രൗൺ റൈസ് ആയിരിക്കും. കാരണം ലാമ്പ് എന്ന് പറയുമ്പോ കോട്ട് മനസ്സിലായില്ലേ, അതായത് കണ്ണ്, ഹെയർ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അഡ്വാൻറ്റേജ് എപ്പോഴും കൂടുതലാണ് ലാമ്പ്. അപ്പൊ നമുക്ക് ആദ്യം ഇവൻ കഴിക്കുവോ എന്ന് നോക്കാം. തീർച്ചയായും ഒന്ന് കൊടുത്തു കഴിക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി കഴിക്കുന്നുണ്ട്. ആദ്യമായിട്ട് കഴിക്കുക എന്നുള്ളൊരു ഫീല് പോലുമില്ല. വേണോ? പുള്ളി തന്നെ ഇൻട്രസ്റ്റ് ആയി. പുള്ളി ഒന്നുകൂടി കൊടുക്കാന്ന് പറയുന്നത് ആണോ? വൺ ഹാപ്പി പുള്ളി നൈസായിട്ട് കഴിക്കുന്നത്. കാരണം സ്വതവേ ലാമ്പ് കണ്ടന്റ് ഉള്ള ഫുഡുകള് കഴിക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് എല്ലാവരും പറയാറ്. പക്ഷെ ആ പരാതി എന്തായാലും ഈ ഫുഡിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവൻ കഴിക്കുന്നതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ലാമ്പ് മാത്രം കഴിക്കുന്നുള്ളൂ, ചിക്കൻ കണ്ടന്റ് കഴിക്കുമോന്ന് കൂടി നമുക്ക് നോക്കാം. ആയിക്കോട്ടെ. ഞാൻ പുള്ളിക്കാരൻ്റെ ചിക്കൻ വിത്ത് ബ്ലൂബെറിയും പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അത് കഴിക്കോ ഇല്ലേ എന്നുള്ളത് നമുക്ക് അറിയണ്ടേ. ആയിക്കോട്ടെ. ഇതൊന്നും നോക്കിയോ? ആഹാ, അതും കഴിക്കുന്നുണ്ട്. അവൻ നമ്മുടെ എല്ലാ ഫുഡും കഴിക്കാൻ തയ്യാറാണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, അതായത് ഫുഡ് കഴിക്കുന്നുള്ള കാരണം റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും. കാരണം നമ്മൾ പറയുന്നുണ്ടല്ലോ നമ്മുടെ ഫുഡിന് റിസൾട്ട് ഉണ്ട്, നായി കഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഓപ്പൺ ആയിട്ട് ഇട്ട് കൊടുക്കാം. തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഇതിലൊരു കള്ളത്തരവും മായവും വേണ്ട. എന്തേ? അതെ, ഓക്കെ അല്ലേ? ആയിക്കോട്ടെ. അപ്പൊ ഇതിന്റെ പിന്നെ എന്തോ പ്രായമുണ്ട് ഇതിനിപ്പോ? സാറ് പറഞ്ഞത് 2 വയസ്സായി എന്നാണ് പറഞ്ഞത്. അപ്പോ യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഒരു അഡൽട്ട് സ്റ്റേജിക്ക് എൻ്റർ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമാണ് ഡോഗ്. അപ്പൊ എന്തുകൊണ്ടും നമുക്ക് ഇവനെ ഇനിയിപ്പോ അടുത്തൊരു വീഡിയോ കാണിക്കുന്ന സമയത്തേക്ക് നമ്മുടെ ഫുഡ് കഴിച്ചിട്ടുള്ള റിസൾട്ടും കൂടി നമുക്ക് ആൾക്കാർക്ക് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. കാരണം നമ്മളിപ്പോ പാലറ്റബിലിറ്റി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിനെ കാണുന്നവർക്ക് ഒരു പക്ഷേ ഇയാളുടെ പപ്പീസ് ഉണ്ടോന്നോ മറ്റേ എൻക്വയറി ഉണ്ടെങ്കിൽ നവീൻ ചേട്ടനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതിയായിരിക്കും. നമ്മൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഓണറുടെ നമ്പർ ഞാൻ തീർച്ചയായിട്ടും തരുന്നതായിരിക്കും. കാരണം അവരിപ്പോ സ്റ്റഡിന് വേണ്ടി വെച്ചിട്ടുണ്ട്. റീസെന്റ് നമ്മുടെ സുഹൃത്തിന്റെ ഡോഗ് ഇതിൽ വന്ന് മീറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല. അപ്പൊ സ്വാഭാവികം എന്നെ വിളിക്കുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും ഇതിന്റെ ഓണറുടെ നമ്പർ ഞാൻ തരുന്നതായിരിക്കും. കാരണം നമുക്ക് നേരിട്ട് ആൾക്കാർക്ക്, കാരണം ആവശ്യക്കാർ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും കൊടുക്കുന്നതിന് നമുക്ക് സന്തോഷമുള്ളൂ. അപ്പൊ എന്നാ വൈൻഡപ്പ് ചെയ്തേക്കല്ലേ?